നമ്മൾ പറയും സത്യനന്ദിക്കാട് സിനിമയാണെങ്കിൽ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകളാണ് എന്നൊക്കെ പറയും. അപ്പൊ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടോ സിനിമയിലൊക്കെ? ജീവിതത്തിൽ നടന്ന ഒരു സംഭവം അങ്ങനെ തന്നെ റിയലായിട്ട് നമുക്ക് ചിലപ്പോൾ ചേർക്കാൻ സാധിക്കില്ല. പക്ഷെ അത് നമ്മളെ സ്വാധീനിക്കാം. ഇപ്പം പണ്ട് ഇന്നസെന്റിന്റെ അടുത്തൊരിക്കൽ പറഞ്ഞു, ഇന്നസെന്റ് കുട്ടിക്കാലത്ത് ഒരു ടൂർ പോയ സമയത്ത് പള്ളിയിലെ അച്ഛനൊക്കെ കൂടി ടൂർ പോയിരുന്നു. ആ ഒരു ബസ്സിലാണ് പോയത്. വഴിയിൽ വെച്ചിട്ട് ഈ ഡ്രൈവർ മദ്യപിച്ചു. അവസാനം ഇവരെല്ലാം കുറെ കുട്ടികളും ചെറുപ്പക്കാരൊക്കെയാണ്, കന്യാസ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ മദ്യപിച്ചിരിക്കുന്നു, വണ്ടി എടുപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ ഉറങ്ങി ഉണരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ ലോഹയൊക്കെ മടക്കി വെച്ചിട്ട് ആ താക്കോല് വാങ്ങിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു വലിയ ഹീറോയിസം ഫീൽ ചെയ്തു. അതെന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇക്ബാലിനോട് പറഞ്ഞിട്ട് മറ്റേ സൽമാൻ ബസ് ഓടിക്കുന്ന സീൻ വന്നത്. പെട്ടെന്ന് അയാൾ അപ്പോൾ ഇതൊക്കെ നിത്യജീവനമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു സംഭവം കണ്ടിട്ട് ഇപ്പൊ ശാലിനി എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നു, നാളെ ഇത് എനിക്ക് സിനിമയിൽ കയറ്റിയേക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നാളെ ചിലപ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും വസ്തുക്കളായിരിക്കാം. പണ്ട് ശ്രീനിവാസൻ ഒരാളുടെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, ഈ നമ്മളൊക്കെ എപ്പോഴും അനുഭവിക്കുന്നതാണ്. ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരൊക്കെ ചില തല്ലിപ്പൊളി തമാശകളൊക്കെ പറയും. എന്നിട്ട് പറയുമ്പോൾ സത്യനും ശ്രീനിവാസനൊക്കെയാണ് ഇരിക്കുന്നത്, ഒരു നാളെ ഇത് സിനിമയെ കേട്ടും. ഇത് സ്ഥിരമായി കേൾക്കുന്ന, ഇപ്പോഴും കേൾക്കാറുണ്ട്, ഇന്നലെയും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം സഹിക്കാൻ വയ്യാതെ ശ്രീനിവാസൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പീറ തമാശകൾ കുത്തി നിറയ്ക്കാനുള്ള കീറച്ചാക്കല്ല സിനിമ, അത് വല്ല ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ചോദ്യം ചോദിച്ചാൽ 10 കഥകൾ പറയാൻ കെൽപ്പുള്ള ഒരാളാണ് ഇന്ന് ഇവിടെ വന്നിരിക്കണേന്ന്. ഞാൻ സത്യനന്ദിക്കാടാണ്. ഇപ്പൊ പറഞ്ഞത് നിർത്തിയതിന്റെ ബാക്കി കഥകൾ സ്പോട്ട്ലൈറ്റിൽ ശാലിനിയോടൊപ്പം നിങ്ങൾക്ക് കേൾക്കാം.